മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിച്ച വന്ദേ ഭാരത് ട്രെയിൻ തിരൂരിലെത്തി. തിരുവനന്തപുരം കണ്ണൂർ പരീക്ഷണോട്ടത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 10:45 ട്രെയിൻ തിരൂരിൽ വന്നത്. ഉദ്യോഗസ്ഥ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരീക്ഷണയോട്ടം. രാവിലെ 5:10 തിരുവനന്തപുരത്ത് നിന്നുമാണ് പരീക്ഷണോട്ടം ആരംഭിച്ചത്. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ ട്രെയിനായി വിശേഷിപ്പിക്കുന്ന വന്ദേ ഭാരത് തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തിയത്. രാവിലെ 5:10 തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ചതാണ് ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം. ട്രെയിന് BJP പ്രവർത്തകരും തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സും സ്വീകരണം നൽകി. ട്രെയിൻ വരുന്നതിന്റെ ഭാഗമായി തിരൂരിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയിരുന്നു. 3 മിനിറ്റാണ് ട്രെയിൻ തിരൂരിൽ നിന്നത്. മലപ്പുറത്തിന് കേന്ദ്രം നൽകിയ പെരുന്നാൾ സമ്മാനമാണ് തിരൂരിലെ സ്റ്റോപ്പെന്ന് സ്വീകരണശേഷം BJP പാലക്കാട് മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് 3.5 കോടി മലയാളികൾക്ക് വിഷു അതുപോലെ തന്നെ ഈസ്റ്റർ പെരുന്നാൾ സമ്മാനമായിട്ടാണ് ഈ വണ്ടി കേരളത്തിന് അനുവദിച്ചിട്ടുള്ളതും പ്രത്യേകിച്ചും തിരൂരിന് ഇതിൻ്റെ സ്റ്റോപ്പ് അനുവദിച്ചു എന്നുള്ളത് മലപ്പുറം ജില്ലയോട് കേന്ദ്ര ഗവൺമെൻറ്റും BJP സർക്കാരും മുന്തിയ പരിഗണന നൽകുന്നു എന്നതിൻ്റെ സൂചനയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനും പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനും അടക്കമുള്ള 5 റെയിൽവേ സ്റ്റേഷനുകൾക്ക് 10 കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള വലിയ പ്രൊജക്റ്റ് നടപ്പിലാക്കിയത്. തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലക്കാർക്കായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും പ്രത്യേക സമ്മാനമായിട്ട് ഒരു പെരുന്നാൾ സമ്മാനമായിട്ട് കൂടിയാണ് ഞാൻ ഇതിനെ കാണുന്നത്. തിരൂരിലെ സ്റ്റോപ്പ് ആഹ്ലാദകരമാണെന്ന് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി PP അബ്ദുറഹ്മാനും പറഞ്ഞു. കേരളത്തിന് പുതുതായിട്ട് ആരംഭിച്ച വന്ദേ ഭാരത് ട്രെയിനിന് തിരൂരിൽ അനുവദിച്ച സ്റ്റോപ്പ് സത്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ജില്ലക്ക് തന്നെ അഭിമാനമായ ഒന്നാണ്. ഒരുപാട് യാത്രാ ക്ലേശങ്ങൾ ഇതുമൂലം ദൂരീകരിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതോടൊപ്പം തന്നെ ഒരു തിരൂർക്കാരെന്ന നിലക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള 10-16ഓളം ട്രെയിനുകൾ സ്റ്റോപ്പില്ലാതെയും തിരൂരിലേക്ക് പോകുന്നുണ്ട്. അതുകൂടി പരിഗണിച്ചാൽ നമ്മുടെ ജില്ലക്ക് കിട്ടുന്ന വലിയ അഭിമാനമായിക്കൊണ്ട് തന്നെ ആയിരിക്കും മുന്നോട്ടുള്ള യാത്രയുടെ പ്രയാണങ്ങളൊക്കെ. എന്തായാലും വന്ദേ ഭാരത് തിരൂരിൽ അനുവദിച്ച സ്റ്റോപ്പിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പേരിൽ രേഖപ്പെടുത്തും. BJP പ്രവർത്തകരുടെ സ്വീകരണ പരിപാടിയിൽ മണമൽ ഉദേശ്, കുറ്റിൽ അനീഷ്, ശശി പരാരമ്പത്ത്, സി ഷൺമുഖൻ, അരുൺ, ദിനേശൻ വട്ടം, രതീഷ്, പ്രദീപ് പടരുമടം എന്നിവർ നേതൃത്വം നൽകി. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സ്വീകരണത്തിന് പ്രസിഡന്റ് PA ബാവ, ജനറൽ സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, KK അബ്ദുറസാഖ് ഹാജി, KN ഗണേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ട്രെയിനിന്റെ സമയ ചാർട്ടോ ടിക്കറ്റ് നിരക്കോ ഇതുവരെ അന്തിമമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് രാത്രിയോടെ ടൈം ഷെഡ്യൂൾ പ്രഖ്യാപിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന സൂചന. തിരുവനന്തപുരത്ത് നിന്നും രാവിലെ 5-ന് പുറപ്പെടുന്ന വിധമാണ് ടൈം ഷെഡ്യൂൾ തയ്യാറാക്കുന്നതെന്നാണ് അറിയുന്നത്.